Hi, hello, my dear friends. Hi. அனிக்குட்டி சாப்பிட்டீங்க? செந்தில்குமார் எப்படி இருக்கிறீங்க? நல்லா இருக்கிறீங்களா? ஏன் வர்றதே இல்லைங்க? என்னாச்சு? ஹாய், சாப்பிட்டீங்க. நீங்கள் സാപ്പിട്ടീங்களா? സുഖമായിരിക്കുന്നു. കേശവൻ ഏട്ടാ കഴിച്ചു ഏട്ടാ, കഴിച്ചിട്ടാണ് വന്നത്. ബാബു നെറ്റ്വർക്ക് ബാബ ഹായ്, നമസ്കാരം ബിനീഷേട്ടാ, നമസ്കാരം. കുമാർ അല്ലാണ്ട് ഗോവിന്ദരാജ്, കപിൽ ഹായ്, കൃഷ്ണമൂർത്തി ഹായ്, ശിവൻ ഹായ്, അനിക്കുട്ട, സെൽവകുമാർ, കേശവൻ ഡ്രസ് സൂപ്പർ, താങ്ക് യു. ശങ്കർ വണക്കം. നെറ്റ് പ്രോബ്ലം ഉണ്ട്, അതെ, എന്താണെന്നറിയില്ല, ചെറുതായിട്ടൊരു പ്രോബ്ലം. ഡേവിഡ് ഹായ്, സെന്തിൽ ഐ ആം ഹെൽത്ത് ഇഷ്യൂസ് അനി. ഓക്കെ ഇപ്പോൾ ആർ യു ഓക്കെ? കേശവൻ സാരി ഒന്നും ഉണ്ട്, നല്ല സാരി അതല്ലേ, പാലക്കാട്. ഓക്കെ ഹായ്, പൊട്ട് കൊള്ളാലോ. താങ്ക് യു വിനീഷേട്ടാ. ഹായ് അനീത, സുഖമാണോ? വോട്ട് ചെയ്തില്ലേ? ഇല്ല ഏട്ടാ. സതീശൻ ഏട്ടാ ഇല്ല. ഗോപാൽ ഹലോ. കുമാരൻ ഹായ്, ലവ് യു, ടെൽ മീ. ഗോപാൽ ശർമ്മ ഗുഡ് ആഫ്റ്റർനൂൺ ജി. ഹരിഹരൻ ഹലോ. ബാബു ഹായ്, സുന്ദർ ഹായ്. കൃഷ്ണമൂർത്തി yesterday what happened not ready comment. റെഡിയായി കൃഷ്ണമൂർത്തി ഏട്ടാ. വിനീഷ് ബാബു ഹലോ. രാജ് ഹായ്. ഹരിഹരൻ ഫ്രം കേരള. സെനിൽകുമാർ ഗ്രീൻ ചുരിദാർ സൂപ്പർ ഇടാ, താങ്ക് യു. ജയേട്ടാ നമസ്കാരം. ഞാനും പാലക്കാടാണ്. ശിവൻ ഓക്കെ. രാജ ലവ് യു സോ മച്ച്. കോയമ്പത്തൂർ ചൂട് കുറവാണോ? ഒന്നും പറയണ്ട, നല്ല ചൂടാ. ബാബു ഏട്ടാ. ഷൺമുഖം ഓക്കെ. ബിനീഷേട്ടാ ഫുഡ് കഴിച്ചോ? ജയേട്ടൻ ഫുഡ് കഴിച്ചേട്ടാ. രാജ ഷൺമുഖം ഹായ് ചേച്ചി. അനിക്കുട്ടി ഇച്ചി ഫുഡ് കഴിച്ചോ? ഞാൻ കഴിച്ചു ഏട്ടാ കഴിച്ചോ? ഞാനിവിടെ എന്താണ് പട്ടാണി കറി ഉണ്ടാക്കി, പിന്നെ തൈരുണ്ടായിരുന്നു. ഉദയകുമാർ സൂപ്പർ, താങ്ക് യു. മണിമാരൻ ജെറിൻ തോമസ്. செந்தில் குமார் ஹாய் அனி, எல்லோ സാരി കട്ടുങ്ങമ്മ. കണ്ടിപ്പാങ്ങ. സാജൻ ബാബു വോട്ട് ചെയ്യാൻ പോയോ? ഇല്ല ഏട്ടാ, ഞാനിവിടെ തമിഴ്നാട്ടിലല്ലേ, അത് കാരണം പോയില്ല. എന്തൊരു ചൂടാണ്. മോഹേഷ് ബ്യൂട്ടിഫുൾ. ഞാനിപ്പോൾ എഴുന്നേറ്റ് നൂഡിൽസ് കഴിച്ചു. അതാണ് കുട്ടി ഇപ്പോഴത്തെ. ഇന്ന് വർക്കിന് പോയില്ല ഏട്ടാ, ഇന്ന് ലീവാണോ അവിടെ? സെൽവരാജ് ദേവേന്ദ്ര സൂപ്പർ. മുകേഷ്
എന്തൊരു ചൂടാണ് ദൈവമേ. എൻ്റെ പത്തോടെ വെള്ളമൊക്കെ ഒഴുകി 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 ചൂടെടുത്തിട്ട് വയ്യ. ഈ ഫാൻ വെറുതെ കറങ്ങുകയാണ്, വെറുതെ ഭ്രാന്ത്. ഫാനാണ് കേട്ടോ, ഒരു പൊട്ട് കാറ്റ് പോലും വരുന്നില്ല. ராஜேஷ் ஹாடி ஒரு லஞ்ச் சாப்பிட்டீங்க, நீங்கள் சாப்பிட்டீங்களா? எல்லாரும் எப்படி இருக்கிறீங்க? நல்லா இருக்கிறீங்களா? ദൈവമേ. ഹലോ, ഞാൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, കാണാതായാൽ ഒന്ന് അന്വേഷിച്ചുകൂടെ? അതല്ലേ പറയേട്ടാ, സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ രാധേട്ടാ? വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? ചേച്ചി പാർവതി ചേച്ചിക്ക് സുഖമാണോ? മോന് എവിടെ, വീട്ടിലുണ്ടോ? എപ്പോഴാണ് പോകണം ഗൾഫിലേക്ക്? ഫുഡ് കഴിച്ചോ? വിനോദ് കഴിച്ചോ? ചൂട് കുറവാണ്, കൂടുതലാണ് ഇവിടെ, കൂടുതലാണ് കേട്ടാ. ദിനാണ്ടു ദിനാടു ഷാജി ഏട്ടാ പറയും. ഹലോ, നമസ്കാർ. നമസ്കാർ രാജ്. അനിക്കുട്ടി, ഇജ്ജ് ഇന്ത്യക്കാരി അല്ലേ? അതാണ് വോട്ട് ഇല്ലാത്തത് അല്ലേടാ അനിക്കുട്ടി? ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ, അപ്പൊ ലീവാ. അതെ അല്ലേ? അതെ അതെ, ഞാൻ ഇന്ത്യക്കാരിയാണ് കേട്ടാ. ചെറിയ കുട്ടിയൊക്കെ വെച്ചിരിക്കണം, വെയില്, ഇവിടെ നിന്ന് പോകണം, 40 കിലോമീറ്റർ ഉണ്ട്, അതുകൊണ്ട് പോയില്ല കേട്ടാ. നമുക്ക് കുട്ടികളൊക്കെ വലുതാവട്ടെ, എന്നിട്ട് അവരെന്നെ വണ്ടിയിൽ കൂട്ടിയിട്ട് പോകുമല്ലോ ഏട്ടാ. ചേട്ടാ, അപ്പൊ പോയി വോട്ട് ചെയ്യാം. തൽക്കാലം എൻ്റെ അമ്മ ചെയ്യട്ടെ വോട്ട്. செந்தில்குமார், ஹாய் அனி, டுடே வீட்டில் என்ன சமையல் சொல்லுங்கம்மா? அதான் பட்டாணி குழம்பு, தயிர் சாப்பாடு. സുരേഷ്, ഹായ് അനി, ക്യൂട്ട് വുമൺ. താങ്ക് യു സുരേഷ്. ഷമീർ, പാലക്കാട് എവിടെയാണ്? കുട്ടേക്കാടാണ് കേട്ടാ. ഹാർഡ് രാജ്, ഹാർഡ് യുവർ ലഞ്ച്. നാനും സാപ്പിട്ടേൻ. മീൽസ് രാജ്. ബാലകുമാർ, ட்ரெஸ் ட்ரை பண்ணுங்கப்பா. மாடர்ன் ட்ரெஸ்ஸோ? மாடர்ன் ட்ரெஸ் വെസ്റ്റേൺ ടോപ്പ് ഇഷ്ടമാണ്. സോ 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 ഇപ്പം ഇങ്ങനെ പോട്ടെ. ആളാണ് മകൻ്റെ വീട് പണിയാണ്, ഇപ്പോൾ ഭയങ്കര ബിസിയാണ്, അതാണ് കാണാത്തത്. എന്നാലും ഒന്ന് അന്വേഷിക്കാമായിരുന്നു. ഓക്കെ ഏട്ടാ. ഓക്കെ രാധേട്ടാ. മുരുകൻ, ഹായ് ഹായ്. കിണർ ഉണ്ടാ? വെള്ളമൊക്കെ ഉണ്ടാ അവിടെ? ഊണ് കഴിച്ചോ? കഴിച്ചു ജോമനേട്ടാ? കഴിച്ചു, കഴിച്ചിട്ടാ വന്നത്. സുനിൽകുമാർ, அனி தமிழ் சாங் பாடுங்கம்மா. கண்டிப்பா பாடுறீங்க. അതിന് രാധേട്ടൻ ആരാ? അനിതയുടെ തിരക്കാൻ ഒരു പാവം വഴിപോക്ക് ഇല്ലേടാ എന്ത് കുട്ടി? നൈസ് ഫേസ്, താങ്ക് യു. എന്താ ഇത്ര ഗൗരവം? ചോമനേട്ടാ എനിക്കോ? മുഹമ്മദേട്ടൻ എനിക്കില്ല ഗൗരവം. ചൂടെടുത്തിട്ടാ, ചൂടിനോടാണ് എൻ്റെ ഗൗരവം. ഒന്ന് ചിരിച്ചിരിക്കല്ലേ ഇരിക്കുന്നത്, ചൂടിനോടാണ് ഗൗരവം. ഇങ്ങനെ ചൂട്. ഇത് വേറെ കുറച്ച് ഇവിടെ വർക്കുകളൊക്കെ ഉണ്ടാ, ഇവിടെയുള്ളത് കൊണ്ട് കാണുന്നില്ല. ഇവിടെ അത് കുത്തുന്നു, വേണ്ടിയിരുന്നില്ല, ഇടേണ്ടിയതായിരുന്നില്ല. വേറെ ചുരിദാർ ഏതെങ്കിലും കോട്ടൻ്റെ ഇടാമായിരുന്നു. ഭയങ്കര ചുളുക്കും കുത്തുന്നു. പിന്നെ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചു, വേണ്ടായിരുന്നു. കൊള്ളാം. ഓക്കെ, ചൂടിനോടാണ് എനിക്ക് ഗൗരവം. എന്നിട്ട് ഹായ് അനിത, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് പ്രഭാകരൻ ഏട്ടാ. സിസ്റ്റർ ഗുഡ് ആഫ്റ്റർനൂൺ. ഐസ്ക്രീമാ? കിട്ടാണെങ്കിൽ 2 ഐസ്ക്രീം ഞാൻ കഴിച്ചേനെ. ഡാ, ഞാൻ ഇപ്പോൾ വരാണ്ടോ അനുകുട്ടി? വരിയേട്ടാ, വരണം കേട്ടോളെ. നമ്മളോടൊന്നും മെയിൻറ് ഇല്ല അല്ലേ അബ്ബാസ് ഏട്ടാ? അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. ഏട്ടാ മെസ്സേജ് അയക്കുക ഏട്ടാ, ഞാൻ കാണുന്നില്ല, അതുകൊണ്ടാ. AC നോ പണ്ണുങ്ങ, ഓൺ പണ്ണുങ്ങ AC.
എനിക്കൊരു ഹായ് തരുമോ? പിന്നെന്താ ഷൈമോനേട്ടാ ഹായ്. അനന്തയ്ക്ക് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും ഒന്ന് അന്വേഷിക്കാമായിരുന്നു. ഫ്രണ്ട്ഷിപ്പ് ആത്മാർത്ഥമല്ല. ഈ സമയം അങ്ങനെയൊന്നുമില്ല രാധേട്ടാ. ഈ സമയം പ്യുവർ കോട്ടൺ ഡ്രസ്സ് ഉപയോഗിക്കണം. അതെ അതെ ശരിയാ. ലൈവ് കഴിഞ്ഞ ഉടനെ മാറ്റി വെച്ച് കോട്ടൺ ഡ്രസ് ഇടണം. അത് രാത്രി ഞാൻ കോട്ടനാണ് പതിവ്. കുറച്ചൊക്കെ മിക്സ്ഡ് കോട്ടനായിട്ട്. പ്യുവർ കോട്ടൺ ഒന്നും എൻ്റെ അടുത്ത് ഇല്ല. ചൂട് എങ്ങനെയുണ്ട്? പാലക്കാട് ചൂട് നല്ല ചൂടുണ്ട്. ഇവിടെ കോയമ്പത്തൂരും നല്ല ചൂടുണ്ട്. മണി ദേവൻ നിന്ന് മെസ്സേജ്. ഹനീഫേട്ടാ ഹായ് ഏട്ടാ. ഹായ് ഹനീഫേട്ടാ. ചൂട് ഭക്ഷണം കഴിച്ചാ ഹനീഫേട്ടാ? സുഖമല്ലേ? ഭയങ്കര ചൂട്. ഷോളിൻ്റെതൊക്കെ വിട്ടുപോയോ? അതിൻ്റെ ഷോളല്ല കേട്ടോ. ഇതിൻ്റെ ഷോള് കുറച്ചും കൂടെ കളർ ഉണ്ടാവുമായിരുന്നു. കേട് വന്നു. വോട്ട് ചെയ്യാൻ പോയില്ല ഏട്ടാ. പോയില്ല. എന്നിട്ട് പിന്നെ മലപ്പുറത്ത് നല്ല ചൂടാണ് കേട്ടാ. നല്ല ചൂടുണ്ട്. എല്ലാവിടെയും നല്ല ചൂടാണ് കേട്ടാ. എപ്പോഴെങ്കിലും പെട്ടെന്ന് മഴ വരണം. സൈമോൻ വാവ് വാട്ട് ഇൻ മീൽ നീൽ അനിത என்ன ராஜு சொல்றேன். ரோனி ஜெயம் லுக்கிங் பியூட்டிഫുൾ. അനിത വീട്ടുക്ക് ഒരു AC പാർസലാ മക്കള്. അതിന് രാധേട്ടൻ എത്രയാണ്? അതിന് രാധേട്ടൻ എത്ര തിരിച്ചും ആകാം. വൈറ്റിംഗ് ഇൻ യുവർ എന്താ പറയണം നല്ല ശരി. സൈമോൻ ഏട്ടാ താങ്ക് യു ഏട്ടാ. ഏട്ടനാണോ അനിയൻകുട്ടിയാണോ? പ്രൊഫൈൽ ഫോട്ടോ കണ്ടിട്ട് അനിയൻകുട്ടിനെ പോലെ ഉണ്ട്. എന്താണ് എവിടെ നിന്നാണ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത്? നീ ഊണ് ഒഴിച്ചോടാ വിനോയ് ഏട്ടാ? കഴിച്ചു ഏട്ടാ. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കറക്റ്റ് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു ലൈവ്. കട്ടി കുറഞ്ഞത് ഉപയോഗിക്കണം. ചൂടല്ലേ ചന്ദ്രൻ? അതെല്ലേ. രതീഷ് കഴിച്ചോ? കഴിച്ചു ഏട്ടാ. രതീഷ് ഏട്ടാ ഏട്ടൻ കഴിച്ചാ? ഹാവ് ഓട്ടോടോ? ഇല്ല. നോ 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 നോ. ജയൻ ചേട്ടൻ്റെ മെസ്സേജ് മനസ്സിലാക്കിയില്ല. അതെ മനസ്സിലായില്ല കേട്ടോ എനിക്ക്. സൈമോൻ കോട്ടയം. കോട്ടയം. കോട്ടയത്ത് എങ്ങനെ ചൂടൊക്കെ ഉണ്ടാ? ഭാരതിദാസൻ യുവർ സ്മൈൽ വെരി നൈസ്. താങ്ക് യു മണി ദിവ്യ. കോട്ടയത്ത് മഴയുണ്ടോ? ഇവിടെ ഒരു മഴ പോലും പെയ്തിട്ടില്ല. വർഷങ്ങളായി തോന്നുന്നു മഴ പെയ്തിട്ട് ഇവിടെ. വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. അടിച്ചു പൊളിച്ചൊരു മഴ പെയ്താ സൂപ്പറായിരിക്കും. മഴയാണ് അതല്ലേ സൂപ്പർ. ആ മഴയെ കുറച്ച് ഇങ്ങോട്ട് വിടി എന്തായാലും. ഞങ്ങളും കുറച്ച് ആസ്വദിക്കട്ടെ. രതീഷ് ഞാൻ കഴിച്ചു. രതീശേട്ടൻ കഴിച്ചു. ശരി ശരി. കഴിച്ചാ? വോട്ട് ചെയ്യാൻ പ്രായമായില്ലെന്ന് തോന്നുന്നു. അതെ ഏട്ടാ. ബിബിൻ ഹായ് എനിക്കുട്ടി. അതെ ഏട്ടാ വോട്ട് ചെയ്യാൻ സമയമായിട്ടില്ല. വയസ്സായിട്ടില്ല. പോയില്ല ഏട്ടാ. ചന്ദ്രേട്ടാ പോയില്ല. ജയൻഗോപി ഏട്ടാ ഞാൻ ജയൻ ഗോപി ഏട്ടൻ ഒരു കോൾ വിളിച്ചു എടുത്തില്ല. ഗുഡ് മോർണിംഗ് ഇട്ടു നോക്കിയില്ല. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യാനാ? കോട്ടയത്ത് ഇലക്ഷൻ ചൂടാണ്. അതല്ലേ. മഹാദേവൻ ഏട്ടാ ഓക്കെ. കുറച്ച് മഴ അങ്ങോട്ട് വിടേട്ടാ വേഗം. വൈകുന്നേരം ആകുമ്പോഴേക്കും പെയ്യട്ടെ. ഇപ്പൊ വിട്ടാലേ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ എത്തുള്ളൂ. കുറച്ച് അവിടെ വരുന്ന സ്ഥലത്തൊക്കെ കുറച്ച് പെയ്തിട്ട് ഇങ്ങനെ വരട്ടെ.
നവീൻ സ്മൈൽ. എന്തൊരു കഷ്ടമാണ് പറയുന്നത്. പണിയെടുക്കണ അതിൻ്റെ കാര്യം ആലോചിച്ചാലേ പാവം. എന്താ പറയുക, വീട്ടില് കെട്ടിടം പണിക്ക്, പിന്നെ പെയിന്റിങ്, അങ്ങനെയൊക്കെ കുറെ വെയിലത്ത്. പോണവരിന് ഇവന്റെ കാര്യം അതും തന്നെ. ഒന്നും ചിരിപ്പിക്കാതെ, ഒന്ന് പോടോ ചിരിപ്പിക്കാതെ. ഹായ് റോബി. സ്മൈലിംഗ് സൂപ്പർ. താങ്ക് യു നവീൻ ഭാസ്കർ. നൈസ് സിസ്റ്റർ. അടുത്ത വോട്ട് ചെയ്യാൻ പോവാത്തത് കൊണ്ട് വിജയരാഘവൻ ഒരു വോട്ട് കുറവായി. അല്ലേ? ഓക്കെ ചേട്ടാ. അതെല്ലേ? എന്താ ചെയ്യാ, നോക്കാം നമുക്ക്. എന്തൊക്കെയുണ്ട്? ചോറുണ്ടോ? ചോറ് കൊണ്ടുപോയിട്ടാ ചന്ദ്രൻ ഏട്ടാ. ഹായ് മണി, எப்படி இருக்கீங்க மணி? சாப்பிட்டீங்களா? മഹാദേവൻ ഊണ് കഴിച്ചോ? ഞാനൊക്കെ കഴിച്ചു. ഊണ് കഴിച്ചിട്ടാ വന്നത്. சாப்பிட்டீங்களாமா ஸ்வீட் ஹார்ட்? சாப்பிட்டீங்க. நீங்க சாப்பிட்டீங்களா? நீங்க என்ன சாப்பிட்டீங்க? ഒന്ന് എന്താണ് പ്രൊഫൈൽ ഫോട്ടോ നോക്കട്ടെ. നല്ല ഫാമിലിയോടെ ഉള്ളൊരു ഫോട്ടോ ആയിരുന്നു. അയ്യോ എന്താണ് അത്? ബ്ലോക്ക് ചെയ്യുമ്പോഴേക്കും അത് പോയി. നല്ല ഫാമിലി ഫോട്ടോ വെച്ചിട്ട് ഒരു എന്താ പറയാ, അതിൻ്റെ ഒരു മകളുടെ പ്രായമുണ്ട് ഞാന്. അവര് ചോദിക്കുന്നത് കേട്ടോ, നല്ല വെടുപ്പോടെ ചോദിക്കുന്നു. വെയിൽ കൊള്ളുന്ന പണിയാ മോളെ. അതേല്ലേ, വെയിലാണ്. എന്നാ ഫുഡ് சாப்பிட்டீங்களாம்மா? சாப்பிட்டீங்க. நீங்க சாப்பிட்டீங்களா? நான் சொன்னேன் அனிதா. வணக்கம் ജയൻഗോപി ബ്രോ, സാപ്പിട്ടീங்களா? അന്തുകുട്ടി, ഇജ്ജ് ഞാൻ ഇലക്ഷന് നിൽക്കുമ്പോൾ ഇജ്ജ് വോട്ട് ചെയ്താൽ മതിയടാ. ഓക്കെ ഏട്ടാ. എപ്പോഴും നിൽക്കണം? അടുത്ത വർഷം അല്ലേ? ഇനി 5 വർഷം കഴിയണം ഏട്ടാ. അപ്പോഴേക്കും എനിക്ക് എത്ര വയസ്സാകും? 30 സംതിങ് ആവുന്ന തോന്നുന്നത്. 38 വയസ്സാവും. நான் சாப்பிட்டேம்மா. நான் சாப்பிட்டேங்கம்மா. கேரளா ரைஸ் அண்ட் சிக்கன் கறிம்மா. ஓகே. ബാലമുരുകൻ സാപ്പിട്ടാച്ചാ? രാജേഷ് ഹായ്. രാജേഷ് ഏട്ടൻ എത്തി. ഓക്കെ പറയോ. വിശ്വനാഥൻ ഏട്ടാ ഹലോ, ഊണ് കഴിച്ചോളൂ. ചൂട് എങ്ങനെയുണ്ട്? ചൂട് കൂടുതലാണോ ഏട്ടാ? ഹായ് മണി, നമസ്കാരം. ഫുഡ് സൂപ്പർ, താങ്ക് യു. സൈമോൻ നീട്ടാ சூப்பர், தேங்க்யூ. நான் உங்களுக்கு ஓட்டு போடுறேன்னு ஜெயன்கோபி ப்ரோ. ലൈവ് വിത്തൗട്ട് സോങ് അല്ലേ? സോങ് എഴുതുന്ന ഏട്ടാ എവിടെ പോയി? ഇനിച്ചിട്ട് ഒരു പാട്ടൊക്കെ എവിടെ? എന്തായാലും ടുഡേ ഡ്രസ്സ് അടിപൊളിയമ്മ. താങ്ക് യു. എന്തൊരു ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല ചൂട്. കസേര തോന്നി കിടക്കായിരുന്നു. അപ്പ ഇപ്പഴാണ് ഹൈറ്റായത്. എന്നിട്ട് ഹായ് രാധാകൃഷ്ണൻ ബ്രോ, സാപ്പിട്ടീங்களா? ആദ്യം ചോദിച്ചതിന് ബാക്കിയുള്ള മറുപടി മകൻ ജൂണ്. ആദ്യം ചോദിച്ചതിനും ബാക്കിയുള്ള മറുപടി മകൻ ജൂൺ 6 പോകുകയുള്ളൂ. വീടിന്റെ പണി കഴിക്കണം. ഇതുവരെ ചെയ്ത പണി ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ പാർവതി ചേച്ചിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. മരുമകൾ വീട്ടിൽ കേട്ടോ. ഒരു മിനിറ്റ്, അതങ്ങനെ കുറച്ച് കൂടുതലായി അങ്ങനെയാണ്. മരുമകൾ വീട് കുഴപ്പമില്ലാതെ കൊണ്ടു നടക്കുന്നു. ഓക്കെ ഏട്ടാ, സൂപ്പർ. ജയകുമാർ. ഓക്കെ രാധേട്ടാ.
ജയകുമാർ. അതെ ഏട്ടാ, കയറൂരി വിട്ടിരിക്കുക. ആ കയറൂരി വിട്ടിരിക്കുകയാണ് ഏട്ടാ. എവിടെ പോയി? അതെ, തമിഴ് നല്ലപോലെ പറയുന്നുണ്ടല്ലോ. തമിഴ്നാട്ടിലിരിക്കുന്ന ഏട്ടാ. നിനക്ക് ഏട്ടനെ ഒന്ന് ഓഫ്, ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട് വരാവേ. എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ ചുമ്മാ വിടാൻ പറ്റില്ലല്ലോ. ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. നീ ഇപ്പോൾ ഗ്ലാമർ കൂടി വരുന്നുണ്ട്. കാരണം എന്താ? സന്തോഷം അനുപേട്ട, സന്തോഷം. ഇതാ മൈലാഞ്ചി, ഇതിനി ഊരി അരച്ച് കയ്യിൽ ഇടും. ചൂടല്ലേ, തണുപ്പ് കിട്ടും. അപ്പം അടുത്ത വീട്ടിലെ ചേച്ചി തന്നു. ഇന്നത് ഊരി കയ്യിലിട്ടിട്ട് ഫ്രഷ് ആയിട്ടുണ്ട് ഇപ്പോൾ. ഇത് കഴിഞ്ഞ ഉടനെ ഊരണം. ഓക്കെ, രാജേഷ് ചേട്ടൻ പറയൂ ഏട്ടാ. ഹായ്. അടിപൊളി. വണക്കം ബിനീഷ് ബ്രോ, സാപ്പിട്ടീங்களா? എന്തിനു വേറൊരു സൂര്യോദയം? അതെ അതെ, എന്തിനു വേറൊരു സൂര്യോദയം, എൻ പൊന്നുഷ സന്ധ്യയല്ലേ, വേറൊരു മധുര വസന്തം. ബാക്കി അറിയില്ല, ഒരേ ലൈൻ എഴുതി തന്നിട്ടുള്ളൂ. എന്തൊരു പാട്ട് അത്രേ അറിയുള്ളൂ. ഷൺമുഖം, ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. അടിപൊളി എന്ന് പറഞ്ഞു. ഏട്ടെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിലീറ്റ് ചെയ്തത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഓളെ പറഞ്ഞല്ലേ? ആ, ടുഡേ ലുക്ക് വേറെ ലെവൽ മാ. താങ്ക് യു. വിച്ച് പ്ലാന്റ്? മൈലാഞ്ചി, മെഹന്തി இன்னைக்கு அரைச்சு கையில் போட போகிறேங்க. மணி 3 കഴിച്ചോ? மணி இன்னைக்கு அரைச்சு கையில் வைக்க போகிறேங்க. ஈவினிங் வச்சுக்கலாம். இது இன்னும் கொஞ்சம் நேரம் வைக்கணும், அப்பதான் சாப்பிடும். പെണ്ണുങ്ങ കണ്ണി പൊണ്ണിരിക്കുമോ? പിന്നെന്താ, പറയൂ മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്നലെ കമാൻഡ് ഒന്നും വന്നില്ല. ടുഡേ ഹെയർ സ്റ്റൈൽ സൂപ്പർ, താങ്ക് യു. நான் இப்போதான் சாப்பிட்டாச்சு ജയൻ ഗോപി ബ്രോ. കേരള റൈസ് ആൻഡ് ചിക്കൻ കറി. ഡാ അന്തുക്കുട്ടി, ഇജ്ജ് എന്ത് കഴിച്ചു? ഞാൻ ചോറ് കഴിച്ചു കേട്ടാ. ചോറ്, കടലക്കറി, കടലല്ല സോറി, ഇത് പട്ടാണി. ഓഹോ, ടൈം സീൻ. കുറച്ചു കറുകവയിൽ കുരുവി, മുറിവാരൻ കുരുവി. കതിരാടും വയലിൽ ചെറുകാവൽക്കാരി, തളിർ വെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാം. അരവണയും പഞ്ചാമൃതം കഴിക്കാൻ ഭാഗ്യമുണ്ടായില്ല. തിരുപ്പതി പ്രസാദം കഴിച്ചല്ലോ. അരവണയും പഞ്ചാമൃതവും വേണ്ട എന്ന് വെച്ചിട്ടല്ലേ? അതേ, ഭാഗ്യമില്ലാഞ്ഞിട്ടല്ല. ഇത് എന്നെ ഒരു ദിവസത്തെ ലൈവ് ഞാൻ കണ്ടതാണ്.
ഇത് എന്നാ ഒരു ദിവസത്തെ ലൈവ് ഞാൻ കണ്ടതാണ്. അതെ, അത് മണി അയച്ചു വിട്ടാണ്. മണിക്ക് ഞാൻ അഡ്രസ്സൊന്നും അയച്ചു കൊടുത്തില്ല. മണി സ്വന്തമായി ഞാൻ ഈ ലൈവില് അഡ്രസ്സ് കാര്യങ്ങൾ എന്തൊക്കെയോ ചോദിച്ചപ്പോ എവിടേക്കോ എന്തൊക്കെയോ പറഞ്ഞ് അതിൽ കൂട്ടി അഡ്രസ്സ് ഉണ്ടാക്കിയതാണ്. അല്ലാതെ ഞാൻ അഡ്രസ്സൊന്നും കൊടുത്തതല്ല. മണിന്റെ ടാലന്റ് വെച്ച് എങ്ങനെയോ കണ്ടുപിടിച്ചു. മണി അയച്ചു വിട്ടു. തിരുപ്പതിയിലെ പ്രസാദം ലഡു അയച്ചു വിട്ടു. ഞാനെന്ത് ചെയ്യാനാണ് പറയട്ടാ. ബിൽകുമാറേട്ട എവിടെയാണ്? കുറേ ദിവസമായി കണ്ടിട്ട്. എന്ത് കുട്ടി, കുറച്ച് ദിവസമായി ഇടവേളയ്ക്ക് ശേഷം. എന്താ ഇന്നലെ അല്ലേ? ഇന്നത്തോടെ തീർന്നല്ലേ പറഞ്ഞു? ഏട്ടനല്ലേ പറഞ്ഞു ഇതിന്റെ തിരക്കാണെന്ന് എന്തോ പറഞ്ഞു. ഏട്ടനാണോ പറഞ്ഞാലോ? പറഞ്ഞിരുന്നു. ശരി ഏട്ടാ, വന്നല്ലോ എന്തായാലും. திரும்ப அனிதா செடிய காட்டுங்கம்மா. திரும்பவும் காட்டணுங்களா? அங்க வச்சுட்டீங்க. കാട്ടുறீங்க. സത്യം പറയണം, നീ ഇപ്പോൾ ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? അതാ കഷ്ടം. അനുപേട്ട എനിക്ക് പ്രൂഫ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതാ ബ്ലോക്ക് ചെയ്യട്ടാ. എനിക്ക് പ്രൂഫ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം എന്താ അറിയോ, നിങ്ങൾ അങ്ങനെ പറയൂ. എത്ര നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും നിങ്ങൾ അതന്നെ പറയുള്ളൂ. അതുകൊണ്ട് എനിക്ക് വയ്യ. ഗുഡ് മോർണിംഗ് പ്രകാശ്. ഇവിടെ അതൊന്നും ഇല്ല കേട്ടോ, വെറുതെ. ഇവിടെ മേക്കപ്പ് സെറ്റുകളൊന്നുമില്ല, പൗഡർ ഒന്നുമില്ല. ഇനി ഇതെങ്ങനെ ഇതിൽ കൂടുതൽ എങ്ങനെ കാണിക്കാം? വട്ടയിൽ പന്തലിട്ട് പൊട്ടു തൊട്ടു ഞാനിരുന്നു, പാലപ്പൂ തുമ്പികളെ കൂട്ടിരുന്നു, കണ്ണാടിപ്പുഴ പാടി മുല്ലാടി. ആ കണ്ണ് ഒരു ഹോസ്പിറ്റലിൽ കാണിക്കണം. സത്യം പറയണം. അതെ. ഞാൻ എന്താ പറയാട്ടാ, എനിക്ക് അത് സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിക്കാറില്ല. അതൊക്കെ പല്ല് ഇടല്ലേ, പല്ല് തേക്കാതെ ലിപ്സ്റ്റിക്ക് ഇടല്ലേ, പല്ല് തേക്കാതെയോ? ആ സാധനം ഇവിടെ ഇല്ല. പിന്നെ ഇങ്ങനെയാണ് ഏട്ടാ, ഇവിടെ പൽപ്പൊടിയാണുള്ളത്. പിന്നെ അതൊക്കെ തേച്ച് കയറ്റാൻ പറ്റില്ല. ക്രിക്കറ്റ് കളിക്കാൻ പോയി രാജ്. അതെ, ഇന്നലത്തെ ചടങ്ങാട് കൂട്ടി നാട്ടിലെ വലിയൊരു പൂരം കഴിഞ്ഞു. അതെ അല്ലേ? ചടങ്ങാട് കേട്ടിട്ടുണ്ട്. ജസ്റ്റ് വന്തങ്ങളാ கொஞ்ச நேரம் கழிச்சுட்டு பார்க்கலாமா? ஓகே வாங்க. ഇപ്പോൾ സാജനേട്ടൻ ഉണ്ടാകാറില്ല ഇന്ന്, പിന്നെ ഇലക്ഷൻ ബിസി ആയിരിക്കും. അതെ, ഇലക്ഷൻ വരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പോയത് സാജനേട്ടൻ. ഇലക്ഷൻ ബിസി ആയതുകൊണ്ട് ഞാൻ ലൈവിൽ അധികം കാണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുവരെയ്ക്കും നമ്മൾ ഇരിക്കാം. പിന്നെന്താ, ചുവന്ന സിന്ദൂരവും പച്ച പൊട്ടും കൊള്ളാം. താങ്ക് യു. സിന്ദൂരം എന്തായാലും നമ്മ ചുവപ്പ ഇടാൻ പറ്റുള്ളൂ. ഞാൻ ഡ്രസ്സിന് മേച്ച് ഞാൻ പൊട്ട് വെച്ചിരിക്കുന്നത്. പിന്നെന്താ പറയൂ ഫ്രണ്ട്സ്. മൈലാഞ്ചി കാണിക്ക சொன்னாங்க ഓടിട്ടാണ്. എന്തു ഭംഗി നിന്നെ കാണാൻ എന്റെയോ മനാളെ, മകരസൂര്യനോ മനിക്കും മഞ്ഞു തുള്ളി പോലെ. മുത്തുമാല. അതെന്താ ജോമോൻ? പല്ലിന് കുറച്ച് സൗന്ദര്യം ഉണ്ടാകട്ടെ. ഇജ്ജ് എന്തിനാ ബേജാറാവണ്ട. പൊന്നു വോട്ട് ചെയ്തോ? ഇല്ല ഏട്ടാ. ശരത്തേട്ടൻ വോട്ടൊക്കെ ചെയ്തോ? ചെയ്തില്ല കേട്ടോ. എനിക്ക് ഉള്ള സൗന്ദര്യം മതി. ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ട് ഇനിയിപ്പൊ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടൊന്നും ചുമ്മാതാ പറഞ്ഞതാ ജയൻ. ഓക്കെ, കളിയാക്കിയതല്ല ഏട്ടാ, എവിടെയേട്ടാ. ഉള്ള ഭംഗി മതി. ലവ് യു ഡാർലിംഗ്. അപ്പൊന്ന് എന്തായാലും ആയിക്കോട്ടെ. എന്തായാലും ചൂടെടുത്തിട്ട് വയ്യ. മൈലാഞ്ചി വന്നിട്ടുണ്ട്. ഇനി അത് ഊരണം, അരയ്ക്കണം, കയ്യിലിടണം.
എന്തോ മൈലാഞ്ചി ഇടാൻ ഭയങ്കര ഇഷ്ടമാകുന്നു, എന്തുകൊണ്ടാണെന്നറിയില്ല. വല്ലാത്ത ചതി. ഇന്ന് വെള്ളിയാഴ്ചയാണ് ഫ്രണ്ട്സ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ചേട്ടൻ പറഞ്ഞില്ല ഇന്ന് വെള്ളിയാഴ്ച. ഏതാ ദിവസം പോലും എനിക്ക് ഓർമ്മയില്ല. ഹായ് രാജേഷ് ബ്യൂട്ടി ബേബി. വേണ്ട ജോമാരേട്ടാ, ബിലികുമാരേട്ടാ. അപ്പൊ ശരിയാ എന്ത് കുട്ടി. എവിടെ പോകുന്നു? എന്ത് കുട്ടി പോയി വോട്ട് ചെയ്യട്ടെ. ചെയ്തിട്ടില്ല, എത്ര നേരം. അയ്യോ ചെയ്യേട്ടാ, സമയം തീരാൻ പോകുന്നു. ചുമ്മാ ഇന്നലെ ലൈവ് കേൾവി ശേഷിയില്ലാത്തവർക്ക് വേണ്ടിയായിരുന്നു. ഞാൻ പണി സ്ഥലത്ത് നിന്ന് കുറച്ചു നേരം നോക്കി, അവിടെ റേഞ്ച് വളരെ കുറവായിരുന്നു. അതെല്ലേ, സൗണ്ട് ഉണ്ടായിരുന്നല്ലോ ഇന്നലത്തെ ലൈവ്. ഏതാണ്? ഉച്ചക്കലത്തെ ആണോ? ഉച്ചക്കലത്തെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരത്തെയോ അത് സൂപ്പർ ആയിരുന്നല്ലോ. 3 പേര് 4 പേര് ഒരുമിച്ച് ഓരോരോ സമയം ഓരോരോ പാട്ട് പാടി തീരുമ്പോഴേക്കും അടുത്ത പാട്ട്, അങ്ങനെ ആയിരുന്നല്ലോ. നന്നായിട്ടുണ്ടായിരുന്നു നല്ല ലൈവ്. ബ്ലോക്ക് പണ്ണുങ്ങമ്മ എങ്ക പോയിച്ച്. സോ ഇവനെല്ലാം എവിടെ നിന്ന് എണീറ്റ് വരുന്നു അറിയില്ല. നാശം. ഓക്കെ, പ്ലന്നിട്ടിങ് മണി ടുഡേ സൂപ്പർ സ്റ്റൈല്. താങ്ക് യു. നാട്ടിൽ വോട്ട് ചെയ്യാൻ ഒന്നില്ല ഏട്ടാ. ബാബുരാജ് ഏട്ടാ കുട്ടിനെയും കൊണ്ടേ. രാധാകൃഷ്ണൻ ബോ സാപ്പിട്ടീங்களா? കേട്ടം ബ്രോ. അതായത് മണിക്ക് சொல்லுங்க, മണി കേട്ടാന്ന്. ഡ്രസ്സിന്റെ കളറ് ഡിമ്മായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ ഇത് ഡാർക്ക് ആണ് കേട്ടോ. ഇത് ലൈറ്റ് ആയിട്ട് കാണുന്നു അതില്. എന്താ നല്ല കളറാണ്. എന്നിട്ട് വെളിയിൽ പോകാൻ പറ്റില്ല, അത്രക്ക് ഡാർക്ക്. പക്ഷെ ഇതില് ഒരുപാട് ഡല്ലായിട്ട് കാണുന്നു. എന്റെ എല്ലാം അല്ലേ, എന്റെ ചേലത്ത് ചുംബനമല്ലേ, എന്റെ കാലിയെ കാണാ പാദസോരം ഞാനല്ലേ. തങ്കരാജ് സൂപ്പർ. നാളെ കഥാപ്രസംഗം. നാളെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്ലീസ്. രാജ് ടെൽ മീ. എന്താ പറയാ ചോദിക്കുക. തങ്കരാജ് സൂപ്പർ. ടെൽ മീ രാജ്, ഹാഡ് യുവർ ലഞ്ച് വെജ് ആർ നോൺ വെജ്? ഇന്നലെ 6 മണിക്ക് പണിസ്ഥലത്ത് പോയിട്ട് തിരിച്ചു വന്നത് 6 മണിക്കാണ്. രാവിലത്തെ ചായ 10 മണിക്ക് കുടിച്ചത്. ഊണ് കഴിച്ചത് 4 മണിക്കാണ്. പിന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു. 9 മണിക്ക് കിടന്നുറങ്ങി. അതെല്ലേ, ഇന്നലെ വന്നില്ല അല്ലേ? ശരിയാ, വന്നില്ല. ഓക്കെ. ഞാൻ വിചാരിച്ചു കമാൻഡ് ഇട്ടില്ലെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും വിചാരിച്ചു. അതേട്ടെ വോട്ട് ചെയ്യാൻ പോയില്ല എന്നോട്ടെ. ഇല്ല ഏട്ടാ, ശ്രീകുമാരേട്ടാ പോയില്ല. വോട്ട് ചെയ്തേട്ടാ. ഞാനിവിടെ നിന്ന് 40 കിലോമീറ്റർ. പിന്നെ ചെറിയ കുട്ടിയൊക്കെ അല്ലയോ, 3 കുട്ടികൾ. ഒന്നും നടക്കില്ല, അതുകൊണ്ട് പോയില്ല. ഗിരീശ്വരൻ ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തൊരു ചൂടാണ്. ഈ ചൂട് എങ്ങനെ അവസാനിക്കും ദൈവമേ? 2 മഴയെങ്കിലും പെയ്താ മതിയായിരുന്നു. അനിത കുട്ടി ഫുഡ് കഴിച്ചു കേട്ടാ. ഷിബിനേട്ടാ എല്ലാരും ഫുഡ് കഴിച്ചു. എന്താണ്? ഞാൻ കഴിച്ചു ഷിബേട്ടാ, ഷിബിനേട്ടാ. ഭയങ്കര ചൂട്, ഭയങ്കര മോശമാണ് കേട്ടോ കാലാവസ്ഥ. ഇവിടെ ഗവൺമെന്റിൽ നിന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ചൂടിന് പുറത്തൊന്നും ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഇവിടെ എൻ്റെ മൂത്ത മോനുണ്ടല്ലോ, അവനെ കണ്ടില്ലല്ലോ. അവൻ കളിക്കാൻ പോയിട്ട് ആള് മാറിപ്പോയി. എന്നിട്ട് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല, പോയി. മൈലാഞ്ചി സുന്ദരി തന്നെ കരുതേട്ടാ. ഓക്കെ, ഫയർഫോഴ്സിനെ വിളിച്ചാൽ മതി. ചൂട് കാരണം. എന്താ ഡേറ്റ്? ഇലക്ഷൻ അതല്ലേ. ഞാൻ വരട്ടെ, ഞാൻ വോട്ട് ചെയ്തു. മണിയേട്ടാ ഫുഡ് കഴിച്ചേട്ടാ. മണിയേട്ടാ ഇതാ
ബ്ലോക്ക് ഇവരൊക്കെ ഞാൻ കാണുന്നേ ഇല്ല ഏട്ടാ, ജയേട്ടാ. ഇവരിനൊക്കെ എനിക്ക് കാണാനേ കഴിയുന്നില്ല. അതാണ് ഞാൻ ബ്ലോക്ക് ചെയ്യാത്തത് കേട്ടോളെ. കണ്ടിട്ട് ഇരിക്കല്ല, കാണുന്നില്ല. ഇവിടെ നിന്ന് വരുന്നു കുറ്റിയും പറിച്ചോണ്ട്. താമര പെണ്ണേ നീ എൻ പൊങ്കരളല്ലേ, കൂടെ കളിക്കാൻ വാ, താളം തുള്ളാൻ വാ. ഞാൻ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നു ഉണ്ടെങ്കിലും അവിടെയുള്ള ഫ്രണ്ട്സുമാരിൽ ആർക്കെങ്കിലും അറിയാം? അനിതയ്ക്ക് അറിയാൻ പറ്റില്ല. അതെല്ലേ, മനസ്സിലായില്ല. ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നു ഉണ്ടെങ്കിൽ അവിടെയുള്ള ഫ്രണ്ട്സുമാരിൽ ആർക്കെങ്കിലും അറിയാം? അനിത അറിയാൻ പറ്റില്ല. എനിക്കറിയാൻ പറ്റില്ല ഏട്ടാ, എനിക്കിവിടെ അറിയില്ല. ആർക്കെങ്കിലും അറിയാല്ലേ? എന്തോ ഒരു ചൂടാ. പിന്നെ എന്നിട്ട് എനിക്കാണ് കാര്യങ്ങള്. കേരള ഡേറ്റ് ഇലക്ഷൻ சொல்லுமா രാധാകൃഷ്ണൻ ബ്രോ? അതെ അതെ അതെ, എനിക്ക് കേരളത്തില് ഇലക്ഷൻ ആണ്. നിന്റെ ഒരു കാര്യം സൂപ്പറാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്താണ് പറയാനോ ബേട്ടാ, പറയും. എന്താണ് സൂപ്പർ? ഫയർഫോഴ്സുകാരെ വിളിച്ചാൽ വെള്ളം കൊണ്ടുവന്ന് വെച്ച് തരും. വെള്ളം ഉണ്ടായിട്ട് അവിടെ, വെള്ളത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. ചൂട് കാണുമ്പോഴാണ് പ്രശ്നം. മുത്തേ ചാർജ് ഇല്ല, പിന്നെ കാണാൻ. ബൈ. ഓക്കെ ഏട്ടാ, പുതിയ ചേട്ടാ. ഇന്നലെ ഓർഡർ ചെയ്തില്ലേ, സന്തോഷം. பசங்க எங்கம்மா? சாப்பிட்டீங்களாம்மா? சாப்பிட்டேங்க. பசங்க சாப்பிட்டுட்டு கிரிக்கெட் കളിക്കാൻ போயிடுச்சு. விளையாட போயிட்டு வெயிலத்து மாறி வெயிല് சொன்னா கேட்கணும் இல்லைங்களா? ഞാൻ പോകുന്നു, രാത്രി കാണാം. മണിയണ്ടേട്ടൻ ഫുഡൊക്കെ കഴിച്ചില്ലേ? ഫോട്ടൊക്കെ ചെയ്ത് വന്നു. ഫുഡൊക്കെ കഴിച്ചാ ഏട്ടാ? കൈകൊട്ട് പെണ്ണെ കൈതൊട്ടു പെണ്ണെ, കൊഞ്ചും വളയിട്ട് കൈകൊട്ട് കരമാടിക്കുട്ട. விநாயகா இங்க தூங்கிட்டாங்க. தூங்கி ஒரு 6 மணி நேரம் ஆக போகுது. கோயிங் டு மார்க்கெட் இன் த ஈவினிங். பார்க்கலாம் முடிஞ்சால். ராஜ் கன்ஃபார்மா இல்ல. ஆட்டோகிராஃப் மூவியில சாங் பாடுங்கம்மா. ஆட்டோகிராஃப் மூவியில என்ன பாட்டுங்க? மனசுக்குள்ளே அதான. தமிழ் படிக்க ஆசை வந்தெல்லாம் தமிழ்நாட்டு. ആരെ കണ്ട? ഇതാണോ പാട്ട്? പിന്നെ ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. ചൂട് 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 സഹിക്കാൻ പറ്റുന്നില്ല. മണിമാരൻ, ഇന്ന് ഇവിടെ ഇലക്ഷൻ ആണ്. ഞാൻ പോയി വോട്ട് ചെയ്ത്. ഇതുവരെ പോളിംഗ് ശതമാനം 46.16% പോളിംഗ് നടന്നിരിക്കുന്നു. ഇന്ന് ഇവിടെ എല്ലാ ജോലിക്കാർക്കും ലീവാണ്. വോട്ടായതുകൊണ്ട് അല്ലേ? മാസം തൈ മാസം പൂവൽ
റണ്ണിങ് വെരി ഫാസ്റ്റ്. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചരൻ മുല്ല മുട്ടുലോറും അത്തരന്നു വേണ്ടേ, അത്തരന്നു വേണ്ടേ നല്ല പാട്ടുകാരാ. മൂവി എന്താ മൂവി? രാജ് ദശറ മൂവി സോങ്, കീർത്തി സുരേഷ് മൂവി. എനിക്കറിയില്ല കേട്ടാ. ഇവിടെ ടി വി ഇല്ലല്ലോ, അത് കാരണം എനിക്ക് ഈ സിനിമന്റെ കാര്യം ഒന്നും അറിയാൻ കഴിയുന്നില്ല. ഇല്ലെങ്കിൽ മറ്റേ നമ്മൾ ഈ സൺ മ്യൂസിക് ഒക്കെ വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ അപ്പൊ ഇതിന്റെ പരസ്യം വരുമ്പോ അതിൽ കാണിക്കുമല്ലോ, അതൊന്നും കാണാൻ കഴിയുന്നില്ല. ഓക്കെ. കാതൽ കണ്ടാൽ പേസും എല്ലാം പോക പോക കത്തിക്കൂട. എന്താ പാട്ട്? കണ്ടാൽ പേസും കണ്ണാൽ പേസും വിത്തയല്ല പോക പോക കത്തിക്കുവേ. നീ കാതൽ എനിക്ക് പാട്ട് അറിയില്ല, ഇടയിലുള്ള ലൈൻസ് തന്നത്. சாப்பிட்டீங்களா ராதாகிருஷ்ணன் ப்ரோ? யூ ஆர் லுக்கிங் ஸோ. மகேந்திரன் குட் மார்னிங். என்ன சொல்ல சின்ன சின்ன ஆசை, சின்ன சின்ன ஆசை. இது ஒரு பாட்டு நான் நேற்று பாடி கொடுத்தேன்ல ராஜ். நோ ப்ராப்ளம், விடுங்கம்மா. ஆட்டோகிராஃப் மூவி சாங் தான். கண்ணால் பேச வித்தை எல்லாம் போக போக கத்துக்குவே. Searching YouTube, very famous song. Okay. Looking beautiful and Manoj, Manju. Okay. സമയത്തേ ഓ സമയാ 45 ഇനി 5 മിനിറ്റ്. ഒരു ചിന്തനീ പൂവെടുക്കും ഞാനാമലേ, ഒരു വേള നിന്നോർത്തു നീക്കില്ല എങ്കിലും എങ്ങനെ അറിഞ്ഞു എന്റെ ചെമ്പ നീ പൂക്കുന്നു നിനക്കായി, പൂക്കുന്നു നിനക്കായി. നീ അറിഞ്ഞു അകലെ. എന്നാൽ ശരി, കാണാതായാൽ അന്വേഷിക്കുമെന്ന പ്രതീക്ഷയിൽ. ഗുഡ് ആഫ്റ്റർനൂൺ. എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? വാട്ട് ഈസ് ഇൻ യുവർ ഹാർഡ്? വെജ് താ രാജ്, വെജ് മൂവി രാജ് മൂവി നെയിം ടെൽ.
റാജ് കാണാം. റാജ് കാക്കക്കാരുമ്പൻ കണ്ടാൽ കുറുമ്പൻ കാർവണ്ണൻ. ചൂടെടുത്തിട്ട് വൈ എപ്പോ ഇതാകും? ആപ്ക ഹസി ഹൈ മോറൽ. കല്യാണം പല്ലക്കിൽ വെള്ളി പയ്യനെന്ന് കാണാനെത്തിയ മണവാളെന്ന. കല്യാണം പല്ലക്കിൽ എന്തോ പാട്ട്. എന്നെ സൊല്ല ഫ്രം തങ്കമകൻ മൂവി. തങ്കമകൻ മൂവി പറയാൻ തുടങ്ങി 2 ആഴ്ചയായി. ഞാൻ എന്തായാലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം രാജ്. ഓക്കെ, കുഴപ്പമില്ല. ഡോൺ വെരി. ചൂട് കൊണ്ട് പെന്ത് പിടിക്കാൻ തുടങ്ങി. പിരാന്ത് പിടിക്കാൻ തുടങ്ങി. പിന്നെ എന്താണ്? ചന്തക്ക് പോകും മൈ ഡിയർ ഫ്രണ്ട്സ്. हिंदी मीन बोलो. हिंदी how Hindi language? No, I don't Hindi language, my dear friend. Keep another mobile in hand to search on YouTube channel. വേറെ ഫോൺ ഇല്ലല്ലോ, ആകെ ഉള്ളൊരു ഇതൊരു ഫോണല്ലേ ഉള്ളൂ. ഇവിടെ ഹസ്ബൻഡ് ഇല്ല, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഫോണെടുത്ത് നോക്കാമായിരുന്നു. ഓക്കെ, വെള്ളം ദാഹിക്കുന്നു. വെള്ളം ദാഹിക്കാൻ എന്തപ്പോ ഞാൻ കഴിച്ചത്? ടെൽ യുവർ പോസ്റ്റ് ബെസ്റ്റ് ഫണ്ണി മൊമെന്റ്സ്. കറുത്ത പെണ്ണെ നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ, കരുത്തപ്പെട്ടി ഞാനൊരു വണ്ടായി ചമഞ്ഞേരി, തുടിച്ചുകൊള്ളും മനസ്സിൻ്റെ ഉള്ളിൽ തനിച്ചൊന്നേ ഞാൻ നിനച്ചിരിപ്പുണ്ടേ. ഇനി ഇത് ഒന്ന് ഉരിക്കണം. വാടിപ്പോകാൻ തുടങ്ങുന്നു. തപ്പ കൊണ്ട് വേണ്ട വെച്ചത് അപ്പോഴേക്കും വാടാൻ തുടങ്ങിട്ടാ. എന്തോ ഒരു കഷ്ടമാണ്. ഇതിന് കായ് ഇടുവോ? മൈലാഞ്ചിയില് കായ് എടുത്തിടുവോ അരച്ചിട്ട്? മൈലാഞ്ചി മൈലാഞ്ചി മനസ്സിൻ ചൂടിദാർ മൊമെന്റ്സ് വാട്സപ്പ് നമ്പർ 4 വരട്ടെന്നോ? ആരെന്തോ പറയണത് പറഞ്ഞില്ലല്ലോ. ഇതാ കണ്ടോ, വാടി തുടങ്ങി. ഇപ്പൊ തന്നെ ഫ്രഷ് ആയിട്ട് വെച്ചോളൂ. അതിൻ്റെ ഉള്ളിൽ വാടി കണ്ടോ, പാവം തന്നെ. ഓ, കരിഞ്ഞു പോണൂട്ടാ. നോക്കി, ഇപ്പൊ ഫ്രഷ് ആയിട്ടിരുന്നല്ലേ, ഇതിൻ്റെ ഉള്ളിൽ വാടിപ്പോയി കണ്ടാ. ഇല മാത്രം മതി. അതെല്ലേ, മിക്സിയിൽ ഒരൊറ്റ അര. അതെ, ഇത് നടക്കില്ല. ലൈവ് കഴിഞ്ഞ് മയക്കം വരുന്നെന്ന് പറഞ്ഞ് മയങ്ങും. മയങ്ങാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇത് ഊരാം ഇന്ന്. അപ്പൊ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ട് ആക്കണം.
കുളിർച്ചിക്ക് മൈലഞ്ചി അത്രയ്ക്ക് ചൂടുണ്ടോ അവിടെ? അതെ ഉണ്ട്. റെഡിമെയ്ഡ് മെഹന്തി അതിനെക്കാട്ടി ഇതാണ് നല്ലത്. ടെമ്പറേച്ചർ ഓക്കെ ഓക്കെ. ഇവിടെ നല്ല ചൂടാ. ഉണങ്ങിപ്പോയില്ലേ ഇപ്പൊ സംഭവം? ഉണങ്ങിപ്പോയിന്ന് ഞാൻ വെറുതെ അല്ല പറഞ്ഞത്. അപ്പൊ തന്നപ്പോ നല്ല ഫ്രഷ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒക്കെ ഒന്ന് മയങ്ങി. പാവം. നമ്മുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. വെള്ളം കുടിച്ചുകൊണ്ടേ ഇരുന്നോട്ടുള്ളൂ ഫ്രണ്ട്സ്. നമ്മളിതുപോലെ തന്നെ അല്ലേ? ഇത്ര വേഗം ഇത് വാടിപ്പോയില്ലേ പറയ്. 10 മിനിറ്റിനുള്ളിൽ ഇത് വാടി. എപ്പടിയേ അരപ്പീங்க. മിക്സിയിൽ പോട്ട് അരയ്ക്കാൻ വേണ്ടി ഇതാങ്ങ. ഇത് ഇന്നലെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. സ്വന്തം ലൈവിൽ. അത് ശരിയാ, പറഞ്ഞത് ശരിയാണ്. അതെ, അത് ശരിയാട്ടോ. ഇന്നലെ ഒരു കമന്റ് ഒന്നും വന്നുകൊണ്ടിരുന്നില്ലല്ലോ. അത് ശരിയാ. ഇതിൽ കുറച്ച് വെന്തയും ഇട്ട് അരയ്ക്കാൻ പറയുന്നു കുളിർച്ചിക്ക്. ഇത് ഏക്കണേ കുളിർച്ചയാണ്. എന്നാൽ കുറച്ച് വെന്തയും. ചോക്കാൻ എന്താ ചെയ്യാ? നല്ല ചുവാന്നിരിക്കണം. ഏതെങ്കിലും പറയും, ഐഡിയ പറയും ഫ്രണ്ട്സ്. ആരെങ്കിലും അറിയാൻ പറയുന്നു ഫ്രണ്ട്സ്. ഇതിൽ കൂടെ വേറെ എന്ത് ചേർത്ത് അരയ്ക്കും? ഞാൻ അമ്മ മഞ്ഞപ്പൊടി ചേർക്കാൻ പറയും. ആദ്യം മഞ്ഞപ്പൊടി കുറച്ച് ചേർത്ത് അരയ്ക്കും. ആദ്യം കല്ലിലായിരിക്കും അരയ്ക്കുന്നത്. ഇപ്പം മിക്സിയിൽ പോട്ട് 2 അര കയ്യിൽ വെച്ചിട്ട് തന്നെ ഉള്ളു കാര്യം. എന്നിട്ട് എന്താ ഒന്നും മിണ്ടാത്ത കാര്യം? തലവേദനിക്കുന്നു വല്ലാണ്ട്. എന്താന്നറിയില്ല, തലവേദന. ഉറുമ്പടിക്കുന്നേ, ഉറുമ്പ് കേറുന്നേ. ഇത് കോലൊന്നും വേണ്ട അല്ലേ? നോ അണ്ടർസ്റ്റാൻഡിങ്. புரியலீங்களா? மெஹந்தி நேச்சுரலா போடுறதுதான் நல்லது. அவ்வளோ நல்லது. புரிஞ்சுதுங்களா? മനസ്സിലായോ രാജ്? அன்னைக்கு போட்டது இப்பதான் போகுது, கொஞ்சம் கொஞ்சமா போகுது. മുളക് ഉണ്ട് സൂക്ഷിക്കാൻ, മുള്ളുണ്ട് സൂക്ഷിക്കാൻ. മുളകെന്താണോ? മുള്ളൊന്നുമില്ല, മുള്ളൊന്നുമില്ല. വറോ നൂര് തന്നെ. വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. ആഹാ, എന്റെ മുടി വേറെ കൊഴിഞ്ഞു പോകുന്നു. എന്ത് പറ്റിട്ട് അവിടെ കൊണ്ട് അവസാനിക്കുന്ന അറിയില്ല. മുടി വേറെ കൊഴിഞ്ഞിട്ടേയിരിക്കും. അത് മാത്രം മതി, നല്ലതായി ചുവപ്പ് ആകില്ലേ? ചുവന്നാ മണ്ണും എന്തായാലും. ചുവന്നല്ലെങ്കിൽ മഞ്ഞപ്പിത്തം എന്നൊക്കെ പറയും. എന്നിട്ട് പറയും ഫ്രണ്ട്സ്. എടുക്കട്ടെ അല്ലേ? എന്താണ്? വയ്യ നമ്മ തപ്പാ പഠിച്ച് എതുക്ക്? രാജെന്തോ പറയുന്നു. എന്താണ് മണി തൂക്കം പോതും.
தூங்கும் போதா? அப்படியா? எப்படிங்க? கஷ்டமா இருக்கும் இல்லைங்க? நான் மிக்ஸி கூடி எடுத்துட்டு வா. Really live? Yes, Rajalla, Srinivas, Bobadi. How you? Mehendi home. അതെ, വീട്ടിൽ നിന്ന് അരക്കുക, തേക്കുക. ഇതിൽ കുരുവൊക്കെ ഉണ്ട്. ലൈവും നടക്കും, വീട്ടു ജോലിയും നടക്കും. எனக்கு கொஞ்சம் மருதாணி கொடுங்கம்மா. கண்டிப்பாங்க. மெஹந்தி ஸ்பெஷல் லைவ். രാജ് ജോക്കെല്ലാം പറയുന്നു. രാജ് ജോക്ക്. അതെ, കോലൊന്നും പാടില്ല, കോലൊന്നും പാടില്ല. ഇല മാത്രം. കോലൊന്നും അരക്കില്ല, അറിയില്ല അതൊന്നും. മിക്സിയിലിട്ട് അരച്ചിട്ടൊന്നും ഇല്ല ഞാൻ. ഇങ്ങോട്ട് കരിയോന്ന് ആർക്കറിയാം? ദൈവത്തിന് തന്നെ അറിയാം. ഇത് ലൈവാണ്, മറന്നു പോകരുത്. ശരിയല്ലേ? ശരിയാ പറഞ്ഞത്. ഞാൻ കുറച്ചു നേരം ലൈവ് മറന്നുപോയി. പണി തുടങ്ങിയ പിന്നെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കില്ല. പിന്നെ നമ്മളെ പണി മാത്രമായിരിക്കും. അതാണ്. ടുമാറോ കുക്കിംഗ് സ്പെഷ്യൽ ലൈവ്. ടുമാറോ, നാളേക്കോ? ഓക്കെ. എന്താണ്, വെജോ നോണോ? ലൈവാണ്, ഓർമ്മപ്പെടുത്തിയതിന് താങ്ക് യു. ബിനീഷേട്ടൻ്റെ ഒരു കാര്യം. ഓക്കെ, വിഷ് യു. കുഞ്ഞുമാവയുണ്ട്, ഉറങ്ങണു കേട്ടാ, ഉറങ്ങുന്നു. അവൻ എണിച്ചു കഴിഞ്ഞതൊന്നും നടക്കില്ല കേട്ടാ. അവനെ പിടിച്ച് വലിക്കും അവൻ, ഒന്നും നടക്കില്ല. അപ്പൊ അതൊക്കെ വേഗം മൂരി വെച്ചില്ലെങ്കിലേ ശരിയാവില്ല. എന്റെ ലൈവിന് സമയമായ നിർത്താൻ. ഓ, സമയമായി. അപ്പൊ ഞാൻ പോകുന്നു. അതില് മൊത്തം ഉറുമ്പാണ്, കട്ടുറുമ്പ്. പറയും. അച്ഛോ, എന്തോ അത്. പാത്തുമ്മ, കൈ ഭദ്രം. ആമാ, ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ കിളമ്പറയും. ഞാൻ പോകുന്നു, പോയിട്ട് വരാം. എല്ലാരും ചായയൊക്കെ കുടിച്ചു കിടന്ന് ഉറങ്ങി. 3 മണിയായില്ലേ? കറക്റ്റ് 3 മണി ആയിട്ടുണ്ടാവും ഇപ്പൊ. കാരണം ഞാൻ 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പൊ 3 മണിയായി.
എന്തായാലും എനിക്ക് വീട് കുറച്ച് പണി ആയി. ഇജ്ജ് പോവണ്ടാടാ. ബ്ലാക്ക് ടീ, ബ്ലാക്ക് ടീയിലെ ചൂട് സമയത്ത് എനിക്ക് ബ്ലാക്ക് ടീ ഒക്കെ വേണമെന്നുണ്ട്. പക്ഷെ ചൂട് കൊണ്ട് ഇരിക്കാൻ പറ്റില്ല ബ്ലാക്ക് ടീ കുടിച്ചു കഴിഞ്ഞാൽ. ഞാൻ പോകണ്ടെന്നാ പറയണത്. ലൈവിൽ എത്ര പേരുണ്ട്? ടാറ്റയോ? ഓക്കെ, ടാറ്റ. ലൈവിൽ എത്ര പേരുണ്ട് കേട്ടാ? അത് മാത്രം കാണാൻ കഴിയില്ല. എൻ്റെ ഈ കോപ്രായം കാണാൻ വേണ്ടിയിട്ടേ. കഴിഞ്ഞു. ഇനി ഒരൊറ്റ അരണ്ട് അരയ്ക്ക കയ്യിലിടുക. ഡ്രസ്സൊക്കെ മാറ്റി വെച്ച് പഴയ ഡ്രസ്സ് എടുത്തിട്ടെ. പുതിയ ഡ്രസ്സൊന്നും വേണ്ട. പുതിയ ഡ്രസ്സാണേ, ഒരു നൂല് പോലും എന്നിട്ടില്ല. എന്ത് ചെയ്യും? മണി ഇജ്ജ് പോകണ്ട. അയ്യോ കടവുളേ മുരുക 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 പുലി മുരുക. അവിടെ മറിഞ്ഞിപ്പോ വീണാന്. ഉറുമ്പിന്റെ ശല്യാണ് ഇപ്പൊ. അത് തണുപ്പ് കൊണ്ടിട്ടേ അതാണ്. എന്താ പറയണ മണി? മണിയല്ല, രാജ എന്ന് പറഞ്ഞു. ഷോ യൂസ് വെൻ മെഹന്തി ഈസ് റെഡി. റെഡി 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 റെഡി. നീ കയ്യിൽ വെക്കണം. അലങ്ക അരച്ചിട്ട് മിക്സി എടുത്ത് വരുമോ? അതെ അതെ. അനിത, ചേഞ്ച് ബ്ലാക്ക് ടീ ലെമൺ ടീ ട്രൈ നെക്സ്റ്റ് ടൈം. സിംഗ് സോങ് ഇല്ല. ട്രഡീഷണൽ വൈ ഓഫ് മെഹന്തി. ട്രഡീഷണൽ. അപ്പൊ ശരി എന്നാ, പോകുന്നു. നമുക്ക് വൈകുന്നേരത്ത് കാണാം. ടാറ്റ. ഫിനിഷ് മൈ ലൈഫ്. ഓക്കെ ഫ്രണ്ട്സ്, പോകുന്നു കേട്ടോ. കുറച്ച് പണിയുണ്ട്. ഇതൊക്കെ നരച്ചെടുക്കട്ടെ, അല്ലെങ്കിൽ ഇത് ഒന്നിന് പിന്നെയും പോകും. അതുകൊണ്ടാ. ഓക്കെ, ഇപ്പോൾ പൂജ ചെയ്തു അവിടെ. പൂജയാ? ഇല്ലല്ലോ. ഇത് എങ്ങനെയാണ് അരക്കുന്നതടാ? മിക്സിയിലിട്ട് 2 അര. കയ്യിൽ വെച്ച് തരാനാണ് ആളില്ലാത്തത്. മിക്സിയിൽ ആരും മൈലാഞ്ചി അരക്കില്ല. അത് പിന്നെ കയ്പ്പ് മാറാൻ സമയമെടുക്കും. അതല്ലേ എന്ത് ചെയ്യണം? ഇവിടെ അരക്കണ കല്ലൊന്നുമില്ല. അരച്ച് തന്നെ ആവണം. കയ്പ്പ് മാറാൻ എന്താ അരക്കുക? പിന്നെ അതിലിട്ട് കുറച്ചൊരു അരി, പച്ചരി എന്തെങ്കിലും എടുക്കുക, അരക്കുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചട്നി അരക്കുന്നതിന് മുന്നേ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് നന്നായി അരച്ചെടുത്തിട്ട് കഴുകിയിട്ട് കളയുക. ഇങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ, ഫിനിഷ്. ടാറ്റാ. അതിനകത്ത് കാണാം കേട്ടോ.